ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ 4ാമത്തെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇന്ന് കാണിക്കുന്നത് കുറുക്ക് കാളൻ. അത് ഏത്തക്കായ വെച്ചിട്ടാണ്. ഒരു ഏത്തക്കായ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ഇത്തിരി വലിപ്പമുള്ള ഇങ്ങനെ ചരിച്ച് അരിയുക. ഒരു ഏത്തക്കായ ഇനി ഞാൻ ചട്ടിയിലേക്ക് ഇടാണ്. ഏത്തക്കായ അരിയുമ്പോൾ നമ്മൾ കറ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇടണം കേട്ടോ. എന്നിട്ട് ഇച്ചിരി മഞ്ഞളോ അല്ലെങ്കിൽ ഉപ്പോ എന്തെങ്കിലും ഇട്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ കറ ശരിക്കും പോയി കിട്ടും. എന്നിട്ട് കുറച്ച് പ്രാവശ്യം 2-3 പ്രാവശ്യം തിരുമ്മി കഴുകിയിടണം. അപ്പോൾ അതങ്ങനെ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക്. ഞാൻ ഇപ്പോൾ ഒരു കായ്ക്കാണല്ലോ ഉണ്ടാക്കണം, അപ്പോൾ അതുകൊണ്ട് ഒരു പച്ചമുളക് മതി. ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രേ ഉള്ളൂ. ഇതേ അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു എരിവുള്ള മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇച്ചിരി മഞ്ഞ കളറായിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ മുളക് പൊടി കുറച്ച് മതി. മഞ്ഞൾ ഒരു 1/2 ടീസ്പൂൺ എടുത്തോ. അപ്പോൾ ഇതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇത്തിരി ഉപ്പ്. പിന്നെ വെള്ളം ഒഴിക്കണം. വെള്ളം കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ കട്ടക്കാളനാണ്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കും. കായ പെട്ടെന്ന് വേവും. അപ്പോൾ ഈ കായയുടെ നമുക്ക് കണ്ട് വെള്ളം, ഇത്ര വെള്ളം മതി കേട്ടോ. നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇതിന് വേണ്ട തേങ്ങ ദേ ഒരു ചെറിയ മുറി തേങ്ങ മതി കേട്ടോ. ചെറിയ തേങ്ങയുടെ പകുതി മുറി തേങ്ങ. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഒരു 3 അല്ലി. ഇനി ഒരു കുറച്ച് ജീരകം മതി. ഇത്ര ജീരകം ഇത് അരയ്ക്കാം. ഇച്ചിരി നന്നായിട്ട് അരയ്ക്കാം. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാം കേട്ടോ. കുറച്ച് ആ തേങ്ങയുടെ ഒപ്പത്തിന് മാത്രം വെള്ളം ഒഴിക്കണം. ഉണ്ടോ? ഇത്രയും. നമ്മുടെ കായ തിളച്ചിട്ടുണ്ട്. കായ്ക്ക് അധികം വേവില്ല കേട്ടോ, പെട്ടെന്ന് വേവും. അടി പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കണം. കായൊക്കെ പെട്ടെന്ന് അടി പിടിക്കുന്നതോ. ഇത് വേവട്ടെ. ഈ പാകമാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് തേങ്ങയരപ്പ് ചേർക്കാം. ഉണ്ടോ? കായയും ആ വെള്ളവും ഒപ്പം ഉണ്ടാവും. കായ നമുക്ക് തേങ്ങയരപ്പ് ചേർക്കാം കേട്ടോ. ഇവിടെ തേങ്ങ ഇത്ര അരിഞ്ഞിട്ടുണ്ട്. തൈരിടാം. മതി, ഇത്ര മതി. പുളി ഇച്ചിരി വേണമല്ലോ, കാളനാണല്ലോ. അടിക്കാം, ഒഴിക്കാം കേട്ടോ. അരപ്പിട്ടിട്ടൊന്ന് പയ്യെ തിളച്ചാൽ മതി. വെട്ടി തിളക്കണ്ട, പയ്യെ തിളരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. തൈര് ഇട്ടേക്കണ വേണ്ടി പിരിഞ്ഞു പോകരുത്. സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, പുളിയൊക്കെ ഉണ്ട്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് തൈര് കൂടുതൽ ചേർക്കാം. എനിക്ക് പുളി അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ചെറിയ പുളി. നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കാം. കടുക്, ഉലുവ, വറ്റൽമുളക്, വേപ്പില, ഇത്രയും മാത്രം താളിച്ചിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ദേ പയ്യെ തിളവന്ന് ഓഫ് ചെയ്യുന്നു. കടുകിടുന്നു, കുറച്ച് ഉലുവ, വറ്റൽമുളക് ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില.
നമുക്ക് നെക്സ്റ്റ് റെസിപ്പി അവിയലാണ്. അവിയലിനുള്ള കഷ്ണങ്ങൾ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് ഉണ്ട്, ഏത്തക്കായ ഉണ്ട്, മുരിങ്ങാക്കായ ഉണ്ട്, ഒരു മുരിങ്ങാക്കായ, ഒരു അര കായ, ക്യാരറ്റ് ആണെങ്കിൽ ഒരു ക്യാരറ്റ്, പിന്നെ ഈ അച്ചിങ്ങ, ഈ നീളമുള്ള അച്ചിങ്ങയില്ലേ അതിങ്ങനെ ഇത്രയും നീളത്തിൽ അരിഞ്ഞ് വയ്ക്കാം. പിന്നെ ഇത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളരിക്ക ഒരു ചെറിയ കഷ്ണം. ഇപ്പോൾ ഇത് ഇത്രയും ക്വാണ്ടിറ്റി. പിന്നെ ഇത് ചേനയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത്. പിന്നെ പച്ചമുളക്, ഒരു പച്ചമുളക് ഞാൻ ഇതിനകത്തേക്ക് അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ തേങ്ങ അരയ്ക്കാനുണ്ട്. അപ്പോൾ തേങ്ങ അരക്കണേൽ ഞാൻ പച്ചമുളക് ചേർക്കും. പിന്നെ ബാക്കി ഇത് നല്ലതായിട്ട് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരിട്ട് കഴുകണം. പച്ചക്കറികളൊക്കെ പിന്നെ കാണിക്കാം. അവയിലുള്ള കഷ്ണങ്ങൾ അടുപ്പത്തേക്ക് ഇടാണ്. നമ്മളിവിടെ വെള്ളരിക്ക ചേർത്തിട്ടുണ്ടല്ലോ. വെള്ളരിക്കയ്ക്ക് പകരം ഒരു കഷ്ണം പടവലങ്ങ ആയാലും മതി. അതുപോലെ അച്ചിങ്ങയ്ക്ക് പകരം ബീൻസ് ആയാലും മതി. നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോവാണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കഷ്ണത്തിൻ്റെ താഴെ കണ്ട വെള്ളം ഒഴിക്കരുത്. അതുപോലെ കഷ്ണങ്ങൾ ഇച്ചിരി കടിക്കാനിടണം. ആ പാകത്തിന് വേണം കേട്ടോ വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കും, ചെറിയ തീയിലിട്ട്. പിന്നെ ഉപ്പിട്ട് പച്ചമുളക് ഇടണം. ഞാൻ 2 പച്ചമുളക് ഇടുന്നുണ്ടോ. കഷ്ണങ്ങൾ ഇച്ചിരി കൂടുതലുണ്ട്. അപ്പം 2 പച്ചമുളക് എടുത്തു. വേപ്പിലയും കുറച്ചിട്ടിട്ടുണ്ട്. ഈ കഷ്ണത്തിന് പാകത്തിനുള്ള ഉപ്പിടാം. ഇത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ അരപ്പ്. തേങ്ങയുടെ കൂടെ ഇത്തിരി ജീരകം ചേർക്കണം. അരക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു പച്ചമുളകും കൂടി ചേർക്കും കേട്ടോ. ഇച്ചിരി എരിവ് കിട്ടാൻ. ഇതിൽ വേറെ എരിവ് നമ്മൾ ചേർക്കണില്ലല്ലോ. ചുമന്നുള്ളി ചതച്ച് വെളിച്ചെണ്ണയും കൂടി ഞെരടി വേപ്പിലയും കൂടി ഞെരടിയിട്ട് പച്ചക്ക് ഒഴിക്കും. അത്രേ ഉള്ളൂ. ഇത് സിമ്പിളാണ് സംഭവം. മൂടിയിടാം കേട്ടോ. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ചേനയ്ക്ക് മാത്രമാണ് കുറച്ച് കൂടുതൽ വേവുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഒരുമിച്ച് വെന്തോളും. ചേന മാത്രം ഒരുമിച്ചിട്ട്. ചേന വെന്തോന്ന് നോക്കാനായിട്ട് നമ്മൾ ഇതിനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചേനേനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ മുറിയുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഈ അവിയലിന് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളിങ്ങനെ പറക്കി തിന്നാൻ കിട്ടുന്നതായിരിക്കും ടേസ്റ്റ്. വെള്ളം കണ്ടോ, അത് ഈ അടിയിലൊരു കുറച്ച് വെള്ളമുള്ളൂ. അതവിടെ കിടന്നോട്ടെ. നമുക്ക് തേങ്ങ ഇട്ട് അരപ്പും കൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല കുഴമ്പനായി വരും. ഓക്കെ, നമുക്കൊന്ന് ഓഫ് ചെയ്യാം. തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയാണ് കേട്ടോ ഇതിന് ഞാൻ എടുത്തേക്കണത്. ഇതിലേക്ക് നമുക്ക് ജീരകം ഇടാം. രണ്ടുമൂന്ന് വെളുത്തുള്ളി ഇടാം. നിങ്ങൾക്ക് ഒതുക്കിയിട്ട് ഒരു പച്ചമുളക് കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ തൈര് ചേർക്കാം കേട്ടോ. കുറച്ച് തൈര് മതി. ഒരു 2-2.5 ടീസ്പൂൺ മതി. തൈരുണ്ട്, തേങ്ങ അരമുറി, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം ഇത്ര ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയാൽ മതി. അതേ അരയണ്ട. കഷ്ണങ്ങളൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ലതായിട്ടല്ല, ഈ പാകം മതി. പാകത്തിന് വെന്താൽ മതി. ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കണം, ഒന്നും ഉടയാണ്ട് ഇങ്ങനെ കിടക്കണം. അവയിലേക്ക് നമ്മൾ തേങ്ങ അരപ്പ് ചേർക്കണം. ഈ ഒന്ന് ചൂടായാൽ മതി കേട്ടോ. തേങ്ങ അരപ്പ് ഇട്ടിട്ട് ഒന്ന് വലിയ ചൂടായി. ഈ സമയത്തേ ഉപ്പ് നോക്കണം കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. എന്നിട്ടാണ് നമ്മൾ തേങ്ങ അരക്കുന്നത്. ഒന്ന് ചൂടായിക്കോട്ടെ. അവിയിലൂടെ ആവി വന്നു. അവിയിൽ നിന്ന്
ഈ അവിയലൊക്കെ ഒരു ദിവസം കേട്ടോ ഇരിക്കുള്ളൂ, പിറ്റേ ദിവസത്തേക്കൊക്കെ ഒളിച്ചു കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഓണത്തിൻ്റെ അന്ന് ഉണ്ടാക്കേണ്ടതാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കിടുമ്പോൾ ഇതേ ഉള്ളിയും വേപ്പിലയും, ഉള്ളി ചതച്ചത് ചുവന്നുള്ളി, ഒരു 3-4 വെളിച്ചെണ്ണ ഒഴിക്കണം ഇതിലേക്ക്. എന്നിട്ട് ഇതൊന്ന് ഞെരടണം. ഉപ്പ് ഞാൻ ഈ ഉള്ളിക്ക് നല്ല ഉപ്പ് രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരിച്ചിരി. സ്റ്റവ് ഓഫ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇളക്കി എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചു. പച്ച വെളിച്ചെണ്ണയുടെ മണമൊക്കെ ഇതിൽ നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തപ്പോൾ തന്നെ ഇത് കുറച്ച് നേരം ഇങ്ങനെ മൂടി വെക്കണം കേട്ടോ.